ഒരു ശക്തിയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇന്ന് പല വിധത്തിലുള്ള പല രീതിയിൽ ദൈവത്തിന്റെ വചനം ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ അതിനെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പല രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് ജനത്തോട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പക്ഷെ വേദപുസ്തകം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു കോൺസെപ്റ്റ് ഉള്ളത് ലെറ്റ് സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ വിവേചിക്കട്ടെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കട്ടെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതായ ഒരു ബുദ്ധി കൊണ്ടോ മനുഷ്യൻ്റെതായ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് കൊണ്ടല്ല ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്, മറിച്ച് ലെറ്റ് ബൈബിൾ ഇന്റർപ്രറ്റ് ബൈബിൾ, ലെറ്റ് സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് സ്ക്രിപ്ചർ. അങ്ങനെയെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ബൈബിൾ നമ്മളോട് എന്തു പറയുന്നു, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ക്രിസ്തു നമ്മളോട് എന്ത് പറയുന്നു. മറ്റൊരാളുടെ ക്രിസ്തു അല്ല, വേദപുസ്തകത്തിലെ ക്രിസ്തു നമ്മളോട് എന്ത് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പറയുന്ന ക്രിസ്തു അല്ല വേദപുസ്തകത്തിലെ ക്രിസ്തു. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്നതായ ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന്റെ രക്ഷകളിലൂടെ കേൾക്കേണ്ടതായ വചനം നമ്മൾ അങ്ങനെ തന്നെ കേൾക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രത്യാശയ്ക്കും ഏറ്റവും കൂടുതൽ അത് ഉത്തേജനജനകമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം അവിടെ നിന്ന് കൃപ തന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തില് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ടും വ്യക്തിപരമായ ജീവിതത്തോട് ബന്ധപ്പെട്ടൊക്കെയും സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. പറഞ്ഞൊരു കാര്യം, ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ബിലീവേഴ്സിനെ അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാണ് ദൈവം എന്നും വചനം പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒരു വ്യക്തിയോട് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ പേഴ്സണലി ആണ് ദൈവം എപ്പോഴും സംസാരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുമ്പോൾ കാണാൻ കഴിയുന്നത്, നീ സഹിപ്പാനുള്ളത് നീ പേടിക്കണ്ട. നീ എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ആളും സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി കേൾക്കുന്ന ആളുമാണ്. ഗ്രാമാറ്റിക്കൽ നമ്മൾ പേഴ്സണൽ പ്രൊനൗൺ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യമായത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ പറയുന്നത് നീ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യണ്ട, നീ പേടിക്കണ്ട. നീ കേൾക്കുന്ന ആള് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടല്ല ദൈവം സംസാരിക്കുന്നത്, ഇൻഡിവിജ്വലി ആണ് ദൈവം എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനെ എടുത്തു നോക്കിയാലും അബ്രഹാമിന് ശേഷം ദൈവം ഇൻഡിവിജ്വലായിട്ട് സംസാരിച്ച് വന്ന അവസാന വേദ അല്ലെങ്കിൽ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരുമ്പോഴും കാണുവാൻ സാധിക്കുന്നത്, നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക, നിന്റെ വിശ്വാസം, നിന്റെ സമർപ്പണം, നീ സഹിപ്പാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോമിസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഫുൾഫിൽമെന്റ് ആയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അടുത്തുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും അതിനുവേണ്ടി കളക്റ്റീവായിട്ട് റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന്റെ തോളത്ത് കൊടുക്കാൻ കഴിയത്തില്ല. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു തേർഡ് പേഴ്സണെയോ സെക്കൻഡ് പേഴ്സണെയോ നമ്മൾ ഒരിക്കലും റെസ്പോൺസിബിലിറ്റി ആക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവം എപ്പോഴും പറയുന്നത് ഒരു വ്യക്തിയോടാണ്, ഒരു ഇൻഡിവിജ്വലിനാണ് ദൈവം എപ്പോഴും സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വാക്യം അങ്ങനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മാസ് ആയിട്ടുള്ള വലിയൊരു പബ്ലിക്കിനോടല്ല ദൈവം സംസാരിക്കുന്നത്. ആ പബ്ലിക്കിൽ നമ്മൾ ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വലിയ പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു വ്യക്തി അവിടെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചർച്ചിലെ വലിയ ചർച്ചിനോട് ദൈവം സംസാരിക്കുമ്പോൾ ആ ഇൻഡിവിജ്വലായിട്ടാണ് ദൈവം സംസാരിക്കുന്നത് പലപ്പോഴും. അങ്ങനെയെങ്കിൽ പ്രിയരെ,
നമ്മുടെ ജീവിതത്തിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ വാല്യൂ കൊടുക്കുന്നവരും അതുപോലെ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്നവരും അതിനുവേണ്ടി നിൽക്കുന്നവരുമായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദിവസം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഞാനായിരിക്കാം, ആ ഒരു വ്യക്തി നമ്മളിൽ ഒരാളായിരിക്കാം. അങ്ങനെയെങ്കിൽ ഒരു വാക്യം ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം യെരുശലേമിൽ ശീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുന്നേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. നമ്മൾ ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, പിതാവേ, അങ്ങ് കർത്താവെ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നപ്പ. മനുഷ്യ ശബ്ദങ്ങൾ കേട്ട് കർത്താവെ ഞങ്ങൾ മടുത്തുപോയവരാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളോട് കർത്താവെ കൃപ ചെയ്യണമേ. ഞങ്ങളോട് കർത്താവെ, എന്നോട് കർത്താവ് സംസാരിക്കണമേ. കർത്താവിന്റെ വചനം എന്റെ ഹൃദയത്തെ കർത്താവെ മാറ്റണമേ. അതേ കർത്താവെ, അങ്ങ് എന്നിൽ വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു എന്ന് ഞാൻ കർത്താവെ വിശ്വസിക്കുന്നു. കർത്താവ് എന്നോട് സംസാരിക്കുമെന്ന് കർത്താവെ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. ഇവിടെ പറയുന്ന ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസ് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല. ലൂക്കോസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ പെടാത്ത ഒരാള്. വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ലൂക്കോസ് ആണ്. ലൂക്കോസ് അതിന്റെ സുവിശേഷവും ഉണ്ട്, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി പൗലോസിനോട് കൂടി ആയിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പൗലോസിന്റെ ചേല അല്ലെങ്കിൽ ശിഷ്യനാണ് ലൂക്കോസ് എന്ന് കാണുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഹിസ്റ്റോറിയനായ അല്ലെങ്കിൽ ഹിസ്റ്ററി എഴുതുന്ന അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്ന ഒരു വൈദ്യനായ വ്യക്തിയായിരുന്നു ലൂക്കോസ്. ലൂക്കോസിന്റെ സുവിശേഷത്തില് യേശു എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ വന്ന് ജനത്തിന്റെ രക്ഷയ്ക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ മനുഷ്യപുത്രനായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ഇൻസിഡന്റ് സംഭവങ്ങൾ ഈ ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. ഓരോ സംഭവങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായ മറ്റു സംഭവങ്ങൾ കൂടി ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തെയോഫിലോസിന് എഴുതുന്ന സമയത്ത്, തെയോഫിലോസെ, നീ കേട്ടിരിക്കുന്നതായ കാര്യങ്ങൾ അത് ശരിയാണ്, അല്ലെങ്കിൽ നീ കേട്ടിരിക്കുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാനും എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട്, ക്രമാനുസാർ. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ശേഷം മൂന്നാമത്തെ കാര്യം, സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ എഴുതുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പറഞ്ഞതിന്റെ താല്പര്യം, ഒരു ഡോക്ടറായ ഒരു വ്യക്തി, അത് ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസിനെ എഴുതുന്നതായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആധികാരികതയുണ്ട്. എന്ന് പറഞ്ഞ സാധാരണ ഒരു വ്യക്തിയല്ല അദ്ദേഹം. ഒരു ഡോക്ടറാണ്, ഒരു വൈദികനാണ്. രണ്ടാമത്തെ കാര്യം, ഹിസ്റ്ററി എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ യേശുവിന്റെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് തെയോഫിലോസിനോട് പറഞ്ഞ് ചരിത്രം എഴുതുന്ന വ്യക്തിയായിട്ടാണ് ലൂക്കോസിനെ കാണുന്നത്. മറ്റുള്ള കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഈ പൗലോസിന്റെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ അറിയാം. ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ അറിയാം. അതുപോലെ തന്നെ ബർന്നബാസിനോട് കൂടിയായിരിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ലൂക്കോസിന് അറിയാം. എങ്കിലും ലൂക്കോസ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പറയുന്നത്. യേശുവിനെ കുറിച്ച് അവസാനം വരെയും പറയുന്നത് കാണുവാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോ യേശുവിന്റെ ജനനം
യേശുവിന്റെ മരണം, യേശുവിന്റെ പഠിപ്പിക്കലുകൾ, യേശുവിന്റെ റിസറക്ഷൻ, യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്, ഇതാണ് യേശുവിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഷയങ്ങൾ വേദപുസ്തകം പറയുന്നത്. യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ടതായ പ്രവചനങ്ങൾ. 2, യേശുവിന്റെ ജനനത്തോട് ആ ഇൻസിഡന്റ് എന്താണ് ആ സമയത്ത് സംഭവിച്ചതായ കാര്യങ്ങൾ. 3, യേശുവിന്റെ പഠിപ്പിക്കലുകൾ, യേശുവിന്റെ പ്രസംഗം. 4, അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ യേശുവിന്റെ മരണം, ആ യേശുവിന്റെ വീണ്ടും അല്ലെങ്കിൽ റിസറക്ഷൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യേശു സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള യേശുവിനെ കുറിച്ച് നമുക്കറിയാവുന്നത്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം സപ്പോർട്ടീവായി മറ്റൊരു വ്യക്തിയുടെ കണ്ണിലൂടെയും ലൂക്കോസ് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു വരും എന്ന് പറയുന്ന വചനങ്ങൾ ഒരു പ്രവാചകനിലൂടെ മാത്രമല്ല, ഒരു സാധാരണ വ്യക്തിയിലൂടെയും ദൈവം അത് വെളിപ്പെടുത്തി എന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ താൻ പറയുന്ന ആശയങ്ങൾക്ക് കേവലം ഒരു 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 പ്രൊഫറ്റിന്റെയോ പ്രവാചകന്റെയോ വാക്കുകളിൽ മാത്രമല്ല, മറിച്ച് അതിനോട് ബന്ധപ്പെട്ട സമകാലികമായ കാര്യങ്ങളും അദ്ദേഹം ഉപോത്ബലകമായിട്ട് സംസാരിക്കാറുണ്ട്. അതിലൊരു സംഭവമാണ് ഇവിടെ ഞാൻ വായിച്ചിരിക്കുന്നതായ ഈ ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് പിന്നീട് ഒന്നും കാണുവാൻ കഴിയത്തില്ല. ഈ ശിമയോൻ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ശിമയോന്റെ അവസാനം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ പർപ്പസസ് എന്തായിരുന്നു, നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. പക്ഷെ യേശുവിന്റെ ജനനത്തെ കുറിച്ചോ അല്ലെങ്കിൽ യേശുവിന്റെ മരണത്തെ കുറിച്ചോ യേശു എന്ന വ്യക്തി അല്ലെങ്കിൽ രക്ഷകനെ കുറിച്ച് കേവലം ഈ പ്രൊഫസി കേട്ടത് ഇസ്രയേൽ മക്കളല്ല, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കേട്ടവരല്ല, അല്ലാതെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് മറ്റുള്ളവരും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ വായിച്ചത്. ഞാൻ അല്പം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്, ഈ യെശയ്യാവിന്റെ വാക്കുകൾ കേട്ടവരോ ഇരമ്യാവിന്റെ വാക്കുകൾ കേട്ടവർ മാത്രമല്ല, സാധാരണക്കാരായ അല്ലെങ്കിൽ ആ പ്രൊഫറ്റിനോട് കൂടെ ചേർന്നവരല്ലാത്തവരോടും ദൈവം സംസാരിച്ചിരുന്നു തന്റെ പുത്രനെ അയക്കുമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രകാരനായ വ്യക്തി ആധികാരികമായിട്ട് പറയുന്നു, ഈ പ്രൊഫറ്റ്സിൽ മാത്രമല്ല ദൈവം വെളിപ്പെടുത്തിയത് തന്റെ പുത്രനെ അയക്കുന്ന കാര്യം, ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു ശിമോൻ. പ്രിയരെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വാക്യങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തോട് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്ര വലിയ ഇൻസിഡന്റ് ബൈബിൾ എഴുതി ചേർത്തിട്ടുണ്ട്. 1189 അധ്യായങ്ങൾ അടങ്ങുന്ന ഈ വേദപുസ്തകത്തിലെ ഓരോ അധ്യായത്തിലും ഓരോ ഇൻസിഡന്റും ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും എന്റെയും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നതായ ദൈവമക്കളുടെ ജീവിതത്തിൽ എങ്ങനെ അത് സ്വാധീനം ചെലുത്തുന്നു എന്ന് വലിയൊരു കാര്യമാണ്. വാട്ട് ഇസ് ദ പർപ്പസ് ബിഹൈൻഡ് ടു മെൻഷൻ ദിസ് ഇൻസിഡന്റ് ഇൻ ദ ബൈബിൾ? ഈ ബൈബിളിൽ വേദപുസ്തകത്തിൽ എങ്ങനെയാണ്, എന്തിനാണ് ഈ ഇൻസിഡന്റ് രേഖപ്പെടുത്തിയത് പ്രിയരെ? അങ്ങനെയെങ്കിൽ ഈ ശിമോനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ വംശാവലി അറിയത്തില്ല, ശിമോന്റെ ഒരു എന്താ പറയുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയത്തില്ല, അതിനുശേഷമുള്ള ശിമോന്റെ ജീവിതം നമുക്കറിയത്തില്ല. പിന്നെയും എന്തിനാണ് ദൈവം ഈ ശിമോനെ കുറിച്ച് എഴുതിയത്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രത്യേകം ഒരു ഉദ്ദേശമുണ്ട് ഈ ശിമോനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുവാൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ശിമോനോട് ചോദിക്കാം, ശിമോൻ ഈ യേശുവിനെ കണ്ടു, യേശുവിനെ കരങ്ങളിൽ എടുത്തു, ഹല്ലേലൂയ. അതിനുശേഷം വലിയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ മറിയത്തോട് പോലും പ്രവചിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു വാള് കിടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ശിമോനെ, ഇത്രമാത്രം ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിനക്ക് എങ്ങനെ ഉണ്ടായി? എന്താണ് നിന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത്? പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാ. ഓരോ ക്യാരക്ടറിനും വേദപുസ്തകത്തിൽ അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തോട് നമ്മൾ കണക്ട് ചിന്തിക്കുമ്പോഴാണ് എന്തിനാണ് ഈ ശിമോനെ ദൈവം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. പ്രിയരെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം, ശിമോനോട് ദൈവം ഒരു പ്രോമിസ് പറഞ്ഞു, ശിമോനെ, നീ ഇത് കാണാതെ നിന്നെ മരണം തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്നുകൂടെ പ്രിയരെ, ആരെങ്കിലും ആ വാക്യം ഒന്നുകൂടെ 26ാമത്തെ വാക്യം. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. ഇതുപോലെ മരണം നീ കാണുകയില്ല, unless you see the blessing of God. ഹല്ലേലൂയ. ഈ വാക്യത്തിന് ഒരു വലിയൊരു വാല്യൂ.
മരണം നീ കാണുകയില്ലെന്നാ പറഞ്ഞത്. എന്താ? ദൈവത്തിന്റെ ആ ബ്ലെസ്സിങ്ങിനെ കാണാതെ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പ്രോമിസ് ഇൻഡിവിജ്വൽ പ്രോമിസാണ്. ഇസ്രയേലിനോട് ദൈവം പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാ പറയുന്നത്. നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഒരു, അല്ലെങ്കിൽ ഇമ്മാനുവേൽ വരും, സമാധാന പ്രഭു എന്നറിയപ്പെടും. അത് ഒരു പീപ്പിൾ ഗ്രൂപ്പിനോടാണ് ദൈവം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി വരും, പൂര മാനവ ജാതിസ പരമേശ്വരന്റെ ബാത്തങ്കിയ സോറി, ഒരു മനുഷ്യ കുലത്തോട് ദൈവം സംസാരിച്ചു. പക്ഷെ ഇവിടെ പറയുന്നത് നീ മരണം കാണുകയില്ല ശിമോനെ, ആ ബ്ലെസ്സിങ് നിന്റെ കയ്യിൽ ലഭിക്കാതെ. വാട്ട് എ വണ്ടർഫുൾ പ്രോമിസ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ശിമോനോട് നമുക്ക് ചോദിക്കാം, ശിമോനെ, എന്തുകൊണ്ടാണ് ഇത്ര വലിയ മരണം പോലും കാണാതെ അത്രമാത്രം ദൈവം നിന്നെ സ്നേഹിച്ച് ആ പ്രോമിസ് നിന്റെ ജീവിതത്തിൽ തരാൻ പോകുന്നത് എന്താ? എന്ത് ഒരു ബ്ലെസ്സിങ്ങാ ശിമോനെ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് പ്രോമിസ് ഒക്കെ കേട്ടവരാ. പ്രവാചകന്മാരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഹബക്കൂക്കിനോട് പറഞ്ഞു, ഹബക്കൂക്കേ, നീ എഴുതി വെക്ക്, ഈ ദർശനങ്ങൾ പൂർത്തീകരിക്കും. ഇറ്റ് വിൽ ഫുൾഫിൽ വൺ ഡേ. അത് സമയം പോയാലും അത് വരും നിശ്ചയം. അങ്ങനെയൊക്കെ പറഞ്ഞ എത്രയോ പ്രോമിസസ് നമ്മൾ മറന്നുപോയി. എത്രയോ പ്രോമിസസ് നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിൽ നിന്ന് മാറിപ്പോയി. പ്രിയരേ, ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മരണം പോലും നിന്നെ തൊടുകയില്ല എന്റെ ഈ പ്രോമിസ് നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാതെ. ഹല്ലേലൂയ. അത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ഇൻഡിവിജ്വൽ പ്രോമിസ്, അതൊരു കളക്റ്റീവായിട്ട് ഒരു കുടുംബത്തെ ദൈവം എങ്ങനെ ആ വലിയ ബ്ലെസ്സിങ്ങിലേക്ക് നടത്തുന്നു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫാമിലി, കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ. പക്ഷെ ദൈവം വ്യക്തിപരമായിട്ട് ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടോ? മരണം കാണാതെ, അത് ഫുൾഫിൽ ചെയ്യാതെ ഞാൻ നിന്നെ എടുക്കയില്ല. പ്രിയരെ, അതിനുവേണ്ടി നമുക്ക് നിൽക്കാൻ കഴിയുമോ? അതിനുവേണ്ടി നമുക്ക് നിൽക്കാൻ കഴിയുമോ? ആ ഇൻഡിവിജ്വൽ പ്രോമിസിലാണ് ദൈവം നമ്മുടെ വീടിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ, ഹല്ലേലൂയ, നമ്മൾ ആയിരിക്കുന്ന ആ വലിയ സിസ്റ്റത്തെയും ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. ആ വലിയ പ്രോമിസിലാണ്. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പ്രാപിച്ചെടുത്തതായ, നമ്മൾ കേട്ടതായ, നമ്മൾ വിശ്വസിക്കുന്നതായ ആ പ്രോമിസ്, ഹല്ലേലൂയ, അതിന്മേലാണ് എപ്പോഴും അന്ധകാര ശക്തി പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ പ്രോമിസിലാണ്. ആ പ്രോമിസിന്റെ കാത്തിരിക്കുന്ന മനുഷ്യനുള്ള 3 ഗുണങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു ഇസ്രയേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവനായിരുന്നു നമ്മൾ. നമ്മുടെ കുടുംബത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രോമിസ് ഫുൾഫിൽമെന്റ് ആകുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ആശ്വാസമാണ് ദൈവം കാണുന്നതെങ്കിൽ, ശിമോന് കൊടുത്തതായ ഒരു പ്രോമിസ് പോലെ ദൈവം നമുക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനായിരുന്നു. അവിടെയാണ് നമുക്ക് പലപ്പോഴും, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നമ്മളെ മാറ്റിവിടാൻ വേണ്ടി അന്ധകാര ശക്തി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ശിമോൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്രയേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവനായിരുന്നു. നമ്മൾ നമ്മുടെ ഭവനത്തിന്റെ, നമ്മുടെ സഭയുടെ, അല്ലെ നമ്മുടേതായ നമ്മൾ ഏർപ്പെടുന്നതായ മേഖലയുടെ ഒരു വലിയ സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പ്രിയരെ, അവിടെയാണ് അന്ധകാര ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം പോയി പോകേണ്ടതിനായി, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി കൊണ്ടുവന്ന്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസങ്ങൾ കൊണ്ടുവന്ന്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സംശയങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആ പ്രോമിസിൽ വിശ്വസിക്കണം. ഇതൊക്കെ കണ്ണുനീരിനാൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ ഞാൻ ഒഴിക്കേണ്ടി വന്നാലും മരണം കാണുന്നതിന് മുമ്പേ ആ പ്രോമിസിന്റെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ വാങ്ങിക്കും. ഹല്ലേലൂയ. ഓ ജീസസ്, എന്റെ കണ്ണടയുന്നതിന് മുന്നമേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുന്നമേ, എന്റെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആ പ്രോമിസ് നേടും. ഹല്ലേലൂയ ജീസസ്. എത്ര വലിയൊരു പ്രോമിസാ പ്രിയരെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം നേടിയത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു ദേശത്തിന്റെ ആശ്വാസമാണ് ആ പ്രോമിസ്. ഹല്ലേലൂയ. അത് അങ്ങനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ കാണുന്നത് ഒരു ലോകത്തിന്റെ തന്നെ സാൽവേഷൻ ആണ് ആ പ്രോമിസ്. ഒരു ലോകത്തിന്റെ തന്നെ പാപത്തെ മാറ്റിയെടുക്കുന്നതാണ് ആ പ്രോമിസ്. ഹല്ലേലൂയ. ശിമോനെ അവിശ്വാസത്തിലേക്ക് നടത്തുവാൻ അന്ധകാര ശക്തി കഴിയുമായിരുന്നു.
ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഉള്ളത് കൊണ്ട് സാധിച്ചില്ല. അവിശ്വാസങ്ങൾ കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, പലവിധമായ പ്രവൃത്തികളാൽ പുറകോട്ട് വലിക്കുവാൻ അന്ധകാര ശക്തി പ്രവർത്തിക്കുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, യേശുവിനെ അവൻ കരത്തിലെടുത്തു. ഹല്ലേലൂയ. ഒരു കുഞ്ഞുണ്ടാകും ഇസ്രയേലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, ഇസ്രയേലിന്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ ഞാൻ എന്റെ കരങ്ങൾ കൊണ്ടെടുക്കും. ഹല്ലേലൂയ. അതേ, എന്റെ കണ്ണ് അടയുന്നതിന് മുന്നമേ ദൈവം അതെനിക്ക് തരും നിശ്ചയം. ഹല്ലേലൂയ. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഇൻഡിവിജ്വലായി ലഭിക്കുന്നതായ നമ്മുടെ പ്രോമിസസ് ഒരുപക്ഷെ ഒരു പ്രവാചകനിലൂടെയാണ് ലഭിക്കുന്നതെങ്കിൽ പ്രവാചകൻ മരിച്ചുപോയാലും പ്രവചനങ്ങൾ ഒരിക്കലും മരിക്കയില്ല. ഹല്ലേലൂയ. പ്രവാചകൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും പ്രവചനങ്ങൾ അത് ഫുൾഫിൽമെന്റ് ആകാതെ മാറ്റപ്പെടുകയില്ല. പ്രിയരെ, ഞാൻ ഒരു വ്യക്തിയുടെ കൂടെ അതിനോട് കൂടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. സ്വന്തം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, കന്യയായിരിക്കും, 7 വർഷം ഭർത്താവിനോടുകൂടെ ജീവിച്ച്, ഹല്ലേലൂയ, താൻ ഇപ്പോൾ 84 വയസ്സായി, 7 വർഷം ഹസ്ബൻഡിനോട് കൂടെ താമസിച്ചു. അതേ, ഒരു വൃദ്ധയായ സ്ത്രീ, പ്രൈസ് ദി ലോർഡ്, അവർക്കും ഈ പ്രോമിസ് കാണുവാൻ ദൈവം അവസരം കൊടുത്തു. ഞാൻ പറഞ്ഞൊരു കാര്യം, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് ചിന്തിക്കുന്ന മുമ്പായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോമിസ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തില് അത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എന്താ ഞാനിങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാല്, നമ്മുടെ പ്രോമിസിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ തൂക്കം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് കഷ്ടപ്പാടുണ്ടെന്നുള്ളത്. ശിമോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സമയത്ത് ഇസ്രയേലിനെ നയിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇസ്രയേലിലായ ആൾക്കാരല്ല ഇസ്രയേലിനെ അന്ന് ആ സമയത്ത് ഭരിച്ചിരുന്നത്. അവരെ ഭരിച്ചിരുന്നത് റോമ സാമ്രാജ്യമായിരുന്നു, ഹെരോദാവിന്റെ കാലമായിരുന്നു. അല്ലെങ്കിൽ റോമ ഗവൺമെന്റിന്റെ ഓരോ ഗവർണർമാരായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. ഹല്ലേലൂയ. യഹൂദനോട് ഒരിക്കലും ഒരു നീതി കാണിക്കാത്ത ഒരു ഭരണകൂടമായിരുന്നുള്ളത്. ആ സമയത്തും ശിമോൻ തന്റെ ആ പ്രോമിസിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇസ്രയേൽ അനേക കാലമായി എന്ന് പറഞ്ഞാൽ, യെശയ്യാവ് മരിച്ചു. യെശയ്യാവ് BC 600 അല്ലെങ്കിൽ 601, 608 ആ കാലഘട്ടത്തിൽ ലോകത്ത് മാറ്റപ്പെട്ടു. 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഹല്ലേലൂയ ഈ പ്രോമിസ് ഫുൾഫിൽമെന്റ് ആകാൻ പോകുന്നത്. അങ്ങനെ 600 വർഷത്തെ അവരുടെ ഭരണത്തിനിടയിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും, ഒരുപാട് പ്രാവശ്യം മറ്റ് രാജ്യങ്ങളിലേക്ക് അടിമകളായി അല്ലെങ്കിൽ ക്യാപ്റ്റീവ്സിലേക്ക് കടന്നു പോകേണ്ട അവസരങ്ങൾ വന്നു. വിശ്വാസം പോയി പോകേണ്ടതിനായി അന്ധകാര ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. രാജാക്കന്മാരും അവരുടെ സകലവിധമായ ഭരണ സംവിധാനങ്ങളൊക്കെയും ഇസ്രായേലിനെതിരായിരുന്നു. ആ സമയത്ത് പോലും ഈ ശിമോൻ ആ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് ഒരുപാട് വ്യക്തികളെ വേദത്തിൽ കാണാൻ കഴിയും. അബ്രഹാം ഹല്ലേലൂയ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കടന്നുപോയപ്പോഴും തനിക്ക് തന്നിരിക്കുന്നതായ ഒരു പ്രോമിസ് അതിൽ താൻ അടിയുറച്ച് വിശ്വസിച്ചെന്ന് കാണുവാൻ കഴിയും. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലഭിച്ചിരിക്കുന്ന പ്രോമിസസ് എത്രയോ വലുതാണ്, അതുപോലെ ഈക്വൽ ആയിരിക്കും നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതായ ആ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഹന്ന എന്ന് പറയുന്ന അതേ അധ്യായത്തിലെ 38 ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 36, 37, 38 ആർക്കൊരു ശബ്ദം ഉയർത്തി വായിക്കാവുന്നതാണ്. ആശേർ ഗോത്രത്തിൽ ഫെനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദേവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. താങ്ക് യു. മടങ്ങിപ്പോയി എന്ന് കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ മാതാപിതാക്കളും യേശു ആണ്. ഇവിടെ പറയുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്
ആദ്യത്തെ വ്യക്തി നമ്മൾ കാണുവാൻ കഴിയുന്നത് ആ പ്രോമിസിൽ ശക്തമായി വിശ്വസിച്ച് അതിൽ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ടവനായി ജനത്തിന്റെ ആശ്വാസത്തിനായി എന്ത് ചെയ്തു ആ വ്യക്തി ജീവിച്ചെന്ന് കാണുവാൻ കഴിയും. അത് ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാനത് വിവരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആദ്യം പറയപ്പെട്ടത് ഒരു പുരുഷനാണ്. അദ്ദേഹം ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് അതിജീവിച്ച് അദ്ദേഹം യേശുവിനെ അവര് മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുവിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹവും ആ ദൈവത്തിന്റെ ആലയത്തിൽ വന്നു, യേശുവിനെ എടുത്തു, യേശുവിനെ കൈകളെടുത്തു, ഇതാ സമാധാനം അത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മരണം കാണുന്നതിന് മുന്നമേ അദ്ദേഹം ആ പ്രോമിസ് കാര്യങ്ങൾ കൊണ്ട് എടുത്തു എന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഹന്ന എന്ന് പറയുന്ന വ്യക്തി ഇനി പ്രോമിസസ് എങ്ങനെ ഫുൾഫില്ല് ചെയ്യുമെന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് അല്ല ഒരു പ്രോമിസ് ദൈവം നമുക്ക് തന്നു, നമ്മൾ പിന്നെ അതായിട്ട് യാതൊരു ബന്ധമില്ല. 10 വർഷം കഴിഞ്ഞു, പ്രോമിസ് ഫുൾഫിൽമെന്റ് ആയില്ല, നമ്മൾ ദൈവത്തോട് പിറുപിറുക്കുകയും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്കും പോകാതെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോ നമ്മുടെ ജീവിതത്തിലെ പല പ്രോമിസസ് ഫുൾഫിൽമെന്റ് ആകാതെ പോകുന്നതിന്റെ കാരണം ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് അല്പം താമസിച്ച്, അല്ലെങ്കിൽ അത് ലേറ്റായി, അല്ലെങ്കിൽ അത് ലഭിക്കാതെ അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ രണ്ടാമത്തെ വ്യക്തി നമുക്ക് നല്ലൊരു പാഠം പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഫുൾഫില്ല് പ്രാക്ടിക്കലായിട്ട് ആ ഒരു പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽമെന്റ് ആകുന്നത്. ഇവിടെ 84 വർഷം ചെറിയൊരു കാര്യമല്ല. ഏറിയാൽ 80 എന്ന് പറയുന്ന വേദപുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ സ്ത്രീ 84 വർഷം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് യഥാർത്ഥമായ ഒരു വയസ്സ് പറയുന്നില്ല. ദൈവത്തിന്റെ ആലയത്തിലായിട്ട് 84 വർഷം. അതിനു മുമ്പ് അവര് ഹസ്ബൻഡിനോട് കൂടി 7 വർഷം ജീവിച്ചു. ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങൾ അങ്ങനെയെല്ലാം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എബവ് 100 years ആണ്. അത്രമാത്രം ഒരുപാട് പ്രായം ചെന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്. വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി, വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി എന്നുള്ള വാക്ക്, വളരെ എന്നുള്ള വാക്കിനകത്ത് നമുക്ക് വി കനോട്ട് മേക്ക് എ മെഷർമെന്റ് ഫോർ ദാറ്റ്. അത് നമുക്കൊരു മെഷർമെന്റ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വളരെ വയസ്സ് ചെന്നവളുമായി 84 വർഷം ആണ് ഈ പ്രോമിസിനെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ദൈവാലയത്തിലായിരിക്കുന്നത്. പ്രിയരെ, ചെറിയൊരു കാര്യമല്ല. കാലേബ് പറയുന്നത്, എനിക്കിപ്പോ 80 വയസ്സായി, വരാനും പോകാനും എനിക്ക് ശക്തിയുണ്ട്, അല്ലെങ്കിൽ ആ ജനതയോട് ഇരുമ്പ് രഥമുള്ള ആ ജനതയോട് പോരാടുവാൻ എനിക്കിപ്പോൾ ശക്തിയുണ്ട്. എങ്ങനെയുള്ള ശക്തി എനിക്കുള്ളത്? മോശയോടുകൂടെ അന്ന് 40 വർഷം മുമ്പ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോഴുള്ള ശക്തി ഇന്നും എനിക്കുണ്ട്. അന്ന് എനിക്ക് 40 വയസ്സ്, ഇന്ന് എനിക്ക് 40 വർഷം മരുഭൂമിയിൽ, 80 വയസ്സ് പ്രായമുണ്ട്. വരുവാനും പോകുവാനും അമാലോക്യ മല്ലന്മാരോട് യുദ്ധം ചെയ്യുവാനും എനിക്കിന്ന് ശക്തിയുണ്ട്. പ്രിയരെ, ആ ഒരു ദൈവം അവന് കൊടുക്കാം എന്ന് പറഞ്ഞ പ്രോമിസ്, അല്ലെങ്കിൽ ദൈവം ഇസ്രായേലിനോട് കൂടെ ചേർത്ത് കൊണ്ടുവന്നതായ ആ വലിയ കൃപ, അല്ലെങ്കിൽ ആ പ്രോമിസ് ലാൻഡിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് എനിക്കും ലഭിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ഇസ്രായേൽ ഗോത്രത്തിൽ പെട്ടവനല്ല, ഹല്ലേലൂയ. പക്ഷെ എനിക്ക് ദൈവം ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. അതിനു വേണ്ടി നിൽക്കാനുള്ള ശക്തി ഇന്നും എനിക്കുണ്ട്. ആ വിശ്വാസവും പ്രത്യാശയും വിടാത്തവനായ കാലേബ്. ഇവിടെ കണ്ടിരിക്കുന്ന 84 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ, ആ ദേവാലയത്തിലായ സ്ത്രീ, എബവ് 100 years ഉണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രിയരെ, അവർ ദൈവാലയം വിടാതെ ആ പ്രോമിസസ് തന്റെ ജീവിതത്തിൽ ഫുൾഫിൽമെന്റ് ആകാൻ വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. ഒരു പ്രാവശ്യം നമ്മൾ പ്രോമിസ് കേട്ടു, ആ ദൈവത്തിന്റെ ആത്മാവിലായി വലിയ കൈയടിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്താൽ നിറയ്ക്കപ്പെട്ട സന്തോഷത്തോടെ പോയിട്ട് കാര്യമില്ല. We have to do something for that in order to fulfill the promises in our life. നമ്മുടെ ജീവിതത്തിൽ അത് ഫുൾഫിൽ ആകാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ ആശ്വാസത്തിനായിട്ടാണ് ശിമോൻ കാത്തിരുന്നത്. ദൈവം പറഞ്ഞില്ല, ശിമോനെ നീ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായിട്ട് കാത്തിരിക്കണം. ദൈവം പറഞ്ഞില്ല. അത്
ശിമോന്റെ ഒരു താല്പര്യമായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ എന്താണുള്ളത്? ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ പ്രവൃത്തി ആസ് എ മാൻ, ആസ് എ ഹ്യൂമൻ ബീങ്, അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട്. എന്റെ ജനത്തിന്റെ ആശ്വാസം, എന്റെ കുടുംബത്തിന്റെ ആശ്വാസം, എന്റെ സഭയ്ക്കൊരു ആശ്വാസം, ഞാൻ ഏർപ്പെട്ട് നിൽക്കുന്നതായ എന്റെ കോൺഗ്രിഗേഷൻ ഒരു ആശ്വാസം. പ്രിയരെ, അത് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടതായ തീരുമാനങ്ങൾ, അത് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടതായ ഒരു ഡെഡിക്കേഷനാണ്, അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതായ ഒരു വലിയൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹം ദൈവമല്ല നമ്മുടെ ഉള്ളിൽ തരുന്നത്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനെ ഫുൾഫിൽ ചെയ്യുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലോട്ട് കൊടുത്ത് നമ്മൾ ആയിരിക്കരുത് എന്നൊരു ചിന്താധിക്കാരനാണ് ഞാൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഹ്യൂമൻ റിസോഴ്സസ് ദൈവത്തിന് ആവശ്യമാണ്. ഇന്ന് ലോകത്തിന്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നുള്ള തലമുറയോട് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരോട് കൊണ്ട് സംസാരിപ്പിക്കാം, അല്ലെങ്കിൽ ആകാശവാണി സ്വർഗസ് സുനാസക്താഹെ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേൾപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എല്ലാ മനുഷ്യനും ഭയപ്പെട്ട് വിശ്വസിക്കും. യേശു അല്ലെങ്കിൽ മധ്യാകാശത്ത് വന്ന് ഒരു ആകാശവാണി അല്ലെങ്കിൽ വലിയൊരു ശബ്ദം കേൾപ്പിച്ച ലോകമെല്ലാം വിശ്വസിക്കും. ഹ്യൂമൻ ബീങ്സിൽ എല്ലാവരും ഇതുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ, വി ആർ ദ മെയിൻ റിസോഴ്സ് ഓഫ് ഗാഡ്. നമ്മളെയാണ് ദൈവം വലിയൊരു റിസോഴ്സ് ആക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പോകേണ്ടിടത്ത് നമ്മൾ പോകണം, നമ്മൾ പാടേണ്ടിടത്ത് നമ്മൾ പാടണം, നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിൽ ട്രാക്ട് കൊടുക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ കൊടുക്കണം, നമ്മൾ വചനം വായിക്കുന്നിടത്ത് നമ്മൾ തന്നെ വായിക്കണം, നമ്മൾ പാടേണ്ടിടത്ത് നമ്മൾ തന്നെ പാടണം. പ്രിയരെ, നമ്മളിലെ ആ ഒരു പ്രവൃത്തി ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവനായ ഹാലലി ശിമയോന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവന്റെ ഹാലലി ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോകാതിരുന്നത്. കാരണം ഈ ശിമോന്റെ ഉള്ളിലുള്ള ചിന്ത ശിമോന് വേണ്ടിയിട്ടല്ല. ഹാലലുയ, ഈ അനുഗ്രഹം എന്റെ കരങ്ങൾ വേണ്ടി വാങ്ങിക്കുവാൻ വേണ്ടി മാത്രമല്ല. ഈ അനുഗ്രഹം എന്നുള്ളത്, എന്റെ ദർശനം എന്നുള്ളത്, എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രോമിസസ് എന്നുള്ളത് എന്റെ ജനത്തിന്റെ ആശ്വാസത്തിനായി തീരണം. പ്രിയരെ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് അന്ന് യോശുവ പറഞ്ഞെങ്കിൽ അതിന് വലിയ മീനിങ് ഉണ്ട്. ഇന്ന് നമ്മൾ അത്രമാത്രം ഒരു സ്വാർത്ഥരാകാതെ എന്റെ ദൈവത്തെ എന്റെ സ്നേഹിതനെ കൂടി ആരാധിക്കണം. എന്റെ ദൈവത്തെ എന്റെ രക്ഷിക്കപ്പെടാത്ത എന്റെ സഹോദരന്മാരുകൂടി ആരാധിക്കണം. ഹാലലുയ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ എന്റെ സ്നേഹിതനും എന്റെ കുടുംബക്കാരും, ഹാലലുയ, എന്റെ ശത്രു പോലും ആരാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺസെപ്റ്റ്. ഹാലലുയ, ആ ഒരു ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവനായ ശിമോനെ ഒരിക്കലും ദൈവം, അല്ലെങ്കിൽ മരണം കൂടാതെ, ഹാലലുയ, മരണത്തിന് മുന്നമേ, അവസാന കണ്ണടയ്ക്കുന്നതിന് മുന്നമേ അവന്റെ കരങ്ങളിൽ വെച്ചു കൊടുത്തു. ഇതാണ് ശിമോനെ ഞാൻ നിന്നോട് പറഞ്ഞ പ്രോമിസ്. ഈ ആശ്വാസം, ഈ സാൽവേഷൻ, ഈ സമാധാനം, ഈ രക്ഷയാണ് നിനക്ക് ഞാൻ തന്ന പ്രോമിസ്. ഹാലലുയ. പ്രിയരെ, നമ്മുടെ പ്രോമിസ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. നമ്മുടെ വ്യക്തിപരമായ ഉന്നതികൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. മറിച്ച് ഹാലലുയ, അനേകരിന്ന് പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ അസ്ഥിക്കസ്ഥിയും മാംസത്തിനും മാംസമായ നമ്മുടെ പ്രിയപ്പെട്ട അനേകർ, പ്രിയരെ, ഈ രക്ഷ ലഭിക്കാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. അവരുടെയും ഒരു ആശ്വാസത്തിനായിരിക്കണമേ നമ്മുടെ പ്രോമിസസ്. നമുക്ക് ലഭിച്ചതായ വാക്യങ്ങൾ, വചനങ്ങൾ, ആശ്വാസങ്ങൾ, ഈ ആശ്വാസത്തിന്റെ ഓരോ തീരവും നമ്മൾ അടയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും അതിലേക്ക് വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ ഹന്നയെ നമ്മൾ ഹാലിയെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹന്നയുടെ ചില ക്വാളിറ്റീസാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹാലലുയ, നമ്മുടേതായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, ഈ ഹന്ന ചെയ്തെന്ന് വെച്ചാൽ ദൈവത്തിന്റെ സഭയിൽ ദൈവത്തെ വിട്ടുപിരിയാതെ, ദിസ് ഇസ് സംതിങ് ഗ്രേറ്റ്. ദൈവത്തെ വിട്ടുപിരിയാതിരിക്കുക. എങ്ങനെയൊക്കെയാണ് ദൈവത്തെ വിട്ടുപിരിയാതിരിക്കുന്നത്? ഞാന് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഗ്രാമത്തിലൊക്കെ ഇവിടെ ഏകദേശം 130 ഗ്രാമങ്ങളില് ഞാൻ കർത്താവിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ
ട്രാക്ട് ഒക്കെ കൊടുത്ത് അവിടുത്തെ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിച്ച് 130 വില്ലേജ് ഈ ഭോപ്പാലിന് ആസ്പാസിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് ഒരു കഥ പറയും. ആ കഥ ഇങ്ങനെയാണ്. അവരോട് പറയും, ഒരു പ്രാവശ്യം ഒരു കുഞ്ഞു കൊച്ച്, അതായത് ഒരു കുഞ്ഞു മോളാണ്, 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും അതിന്റെ മമ്മിയും കൂടെ കൂടി മേള കാണാൻ പോയി. മേള എന്ന് പറഞ്ഞ വലിയൊരു എന്താ പറഞ്ഞ ഒരു കാർണിവൽ പോലുള്ള വലിയ ഉത്സവം കാണാൻ വേണ്ടി പോയി. അപ്പൊ ഈ കൊച്ചിന് എന്ത് കണ്ടാലും വലിയ എക്സൈറ്റ്മെന്റാ. അപ്പൊ ഏതെങ്കിലും ടോയുടെ കട കണ്ട കൊച്ചു ഓടി അങ്ങോട്ട് ചെല്ലും. പിന്നെ മമ്മിയുടെ അടുത്ത് തിരിച്ചു വരും. പിന്നെ ഏതെങ്കിലും തോക്ക് വെക്കുന്ന കട ചെന്നാൽ അത് ആ ടോയ്സ് കണ്ടിട്ട് തിരിച്ച് മമ്മിയെ വിളിച്ചിട്ട് പോകും. അങ്ങനെ കുറച്ചു നേരം ആയി കഴിഞ്ഞപ്പോ ഈ ബീഡ് അല്ലെങ്കിൽ ഈ മത്സ്യച്ചൂട് വലുതായതുകൊണ്ട് മമ്മിയുടെ കയ്യിൽ നിന്ന് കൊച്ച് വിട്ടുപോയി. ഈ കൊച്ച് എന്ത് ചെയ്തു, മമ്മിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് ഈ കൊച്ച് അവിടെ എല്ലാം നടന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിനെ മമ്മി കണ്ടില്ല. ഇങ്ങനെ മമ്മി എല്ലായിടത്തും അന്വേഷിക്കുക. അവസാനം ഈ അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ആ കൊച്ചിനെ കുറിച്ചൊരു വിവരണം മമ്മി അവിടുത്തെ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. അപ്പൊ വിളിച്ചു പറഞ്ഞതിന് ശേഷം കൊച്ചിനെയും കൊണ്ട് ഒരാൾ എടുത്തോണ്ട് വന്നു. എന്നിട്ട് ഈ കൊച്ചു മമ്മിയോട് ചോദിച്ചൊരു കാര്യം, ഏറ്റവും വലിയ ചോദ്യം, മമ്മി എന്നെ കയ്യിൽ നിന്ന് വിട്ടിട്ട് പോയെന്ന് ചോദിച്ചു. അതിന് മമ്മി പറഞ്ഞു, മോളെ ഞാനല്ല വിട്ടത്, നീയാണ് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. നീയാണ് തൂനെ മേരാ ഊങ്കിലേക്ക് ചോടുക്കത്തും തരാ ജഗ പർ ചല ഗയ എന്ന് പറഞ്ഞാൽ നീ എന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ട് നീയാ പോയത്, ഞാൻ നിന്നെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ദൈവത്തെ വിട്ടുപിരിയാതെ ഒരു സെപ്പറേഷൻ. നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വിരലിൽ നിന്ന് നമ്മൾ വിട്ടുപോയിട്ട് നമ്മൾ ദൈവത്തോട് പറയും, ദൈവം എന്നെ വിട്ടുകളഞ്ഞു. പക്ഷേ നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, ദൈവമല്ല നമ്മളെ വിട്ടുകളഞ്ഞത്, മറിച്ച് ഈ അമ്മയുടെ കരം ഈ കുഞ്ഞെ വിട്ടിട്ട് ആ ടോയ്സ് കാണാൻ വേണ്ടി ഓടിയതുപോലെ നമ്മളാണ് നമ്മുടെ ഇഷ്ടപ്രകാരം ലോകത്തിന്റെ അനുയോജ്യമായി ജീവിക്കേണ്ടതിന് നമ്മളാണ് ദൈവത്തിന്റെ കരങ്ങളെ എന്ത് ചെയ്തത്, വിട്ടത്. ദൈവമല്ല പ്രിയരെ വിട്ടത്, നമ്മളാണ് വിട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയി. ദൈവം നമ്മളിൽ നിന്ന് അകന്നതല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 84 വർഷം ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ വിട്ടുപിരിയാതൊരു വ്യക്തി യേശുവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. യേശുവിനെ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ യേശുവിന്റെ പ്രോമിസസ് കേട്ടിട്ടില്ല. പഴയ നിയമത്തിലെ വാക്യങ്ങളും പഴയ നിയമത്തിലെ പ്രവചനങ്ങളും പഴയ നിയമത്തിലെ സകലവിധമായ പ്രായോഗികമായ വചനം കേട്ട് ഹല്ലേലൂയ വിശ്വാസത്തോടെ ദൈവത്തിന്റെ കരങ്ങളെ അതിൽ വിട്ടുപിരിയാത്തവളായ ഹന്ന. ഇവിടെ പറയുന്നൊരു ക്വാളിറ്റി, അവൾ ദൈവത്തെ വിട്ടുപിരിയാതെ എന്നുള്ള വാക്കാണ്. അതിന് ഒരുപാട് പ്രാക്ടിക്കൽ മീനിങ് ഉണ്ട്. വാക്കുകൾ കൊണ്ട് നമുക്ക് ദൈവത്തെ വിട്ടുപിരിയാം. അസൂയ ഉണ്ട് എന്നുള്ള ഒരു ക്വാളിറ്റി തന്നെ ദൈവത്തെ വിട്ടുപിരിയുന്നവരായിട്ട് നമുക്ക് മാറാം. അങ്ങനെ ജലസ് ഉള്ളവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ വിട്ടുപോയില്ലേ? സ്വന്തം സഹോദരൻ നിസാര എന്ന് വിളിക്കുന്നവൻ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ അല്പം വിട്ടില്ലേ? നമ്മുടെ കരം ദൈവത്തിന് അല്പം വിട്ടില്ലേ? ദേഷ്യപ്പെട്ടപ്പോൾ നമ്മൾ ഉപയോഗിച്ച വാക്കുകളാൽ ദൈവത്തിന്റെ കരത്തെ വിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ലോകപരമായ ചിന്ത വന്നപ്പോൾ ദൈവത്തിന്റെ കരത്തെ വിട്ടില്ലേ? പ്രായോഗികമായിട്ട് ചിന്തിച്ചു നോക്കിക്കേ, എത്രയോ പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ വന്ന ലോകപരമായ ചിന്തകൾ കൊണ്ട് ദൈവത്തിന്റെ കരത്തെ നമ്മൾ വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഒരുപാട് ചിന്തിക്കാറില്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു പെർഫെക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ദൈവത്തെ വിട്ടുപിരിയാത്തവളായി 84 വർഷം ദൈവത്തിന്റെ ആലയത്തിൽ അവൾ ജീവിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഫാസ്റ്റിങ്ങും പ്രയറും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഫാസ്റ്റിങ് ചില സമയത്തേക്ക് നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കാതെ ഇരിക്കും, പക്ഷെ പ്രാർത്ഥിക്കാറില്ല. ഹലോ, ഇത് കോൺസെപ്റ്റ് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് 5 മണി വരെ 6 മണി വരെയൊക്കെ നമ്മൾ ആഹാരം വിട്ടിട്ട് നമ്മൾ അങ്ങ് ഇരിക്കും. അവസാനം കർത്താവേ സ്തോത്രം, ഞാൻ ആഹാരം കഴിക്കാൻ പോവുകയാണ് കർത്താവ്, ഞാൻ ദൈവത്തിന്റെ വെച്ചിരിക്കുന്ന നല്ല വിഷയങ്ങൾ കർത്താവ് പറയുന്നതിനായി സ്തോത്രം, ഞാൻ ആഹാരം കഴിച്ച് ബലപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഫാസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ എന്തില്ലായിരുന്നു? പ്രാർത്ഥന ഇല്ല. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വിവേചിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് തന്നെയാണ്. ഒരുപാട് സ്പിരിച്വൽ മീനിങ് ചിന്തിച്ച ഒന്നാണെങ്കിലും, പക്ഷേ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഹാവിംഗ് ഫുഡ് വി ക്യാൻ സിറ്റ്, വിത്തൗട്ട് ഹാവിംഗ് ഫുഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഉപവാസം എന്ന് പറഞ്ഞാൽ സാത്വമേ രഹനായി, സാത്വമേ ചലനായി, സാത്വമേ ഹീ രഹനായി, സാത്വമേ ഹീ ചലനായി എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഉപവാസം. അണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു മീനിങ് ആണ്. പക്ഷെ ഇവിടെ ഹന്ന എന്ന് പറയുന്ന വ്യക്തി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ക്വാളിറ്റി ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര വർഷം? 84 വർഷം. ഓ, നമ്മളൊക്കെ ഒരുപക്ഷെ 84 പോയിട്ട് ഒരു 8 വർഷം വരെയൊക്കെ പ്രോമിസിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് പാടാം. ഇപ്പൊ നമ്മളൊക്കെ ന്യൂ ജനറേഷന്റെ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വാക്യങ്ങളും പ്രവചനങ്ങളും അവിടുത്തെ ആരാധനകളും അല്ലെങ്കിൽ അവിടുത്തെ ശുശ്രൂഷയെ കണ്ടു കഴിഞ്ഞാൽ പലരും പറയുന്ന സൈക്കിളിൽ വന്നിട്ട് ഇന്നോവയിൽ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ, സൈക്കിളിൽ വരിക, മീറ്റിങ്ങിന് തിരിച്ചു പോകുമ്പോൾ ഇന്നോവയിൽ തിരിച്ചു പോവുക എന്നാൽ ഓൾ ഓഫ് സഡൻ ബ്ലെസ്സിങ് ആണ്. ഓൾ ഓഫ് സഡൻ ബ്ലെസ്സിങ് എന്ന് പറയുന്ന വലിയ പ്രോസ്പെരിറ്റി തിയോളജിയൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ പ്രോസ്പെരിറ്റി തിയോളജിയൊക്കെ പഠിക്കാറുണ്ട്. പക്ഷെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, വേണം, അതൊക്കെ ഉണ്ടെങ്കിലും അതല്ല യഥാർത്ഥമായ തിയോളജി, അതല്ല യഥാർത്ഥമായ ജീവിതം. കാരണം കഷ്ടം സഹിക്കുന്നവൻ കൂടെ വാഴും എന്നുള്ളൊരു വാക്യം വേദത്തിലുണ്ട്. കഷ്ടം സഹിക്കാൻ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വാക്യങ്ങളുണ്ട്. എന്ന് പറയാൻ കഷ്ടം ഇസ് എ പാർട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, അത് നമ്മൾ അനുഭവിക്കണം, അത് അനുഭവിച്ചവരായിരിക്കണം. പറഞ്ഞൊരു കാര്യം, കഷ്ടം സഹിക്കുന്നവന്റെ കണ്ണുനീര് വരികയുള്ളൂ. ഒരുപാട് പ്രോസ്പെരിറ്റി ജീവിക്കുന്നവന് കണ്ണുനീര് വരികയില്ല. അതൊരു ഭൗതികമായ നന്മയാണ്. ഭൗതികമായ നന്മയ്ക്കെതിരല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇടയ്ക്കൊരു കഷ്ടങ്ങളും ഇടയ്ക്കൊരു പ്രയാസങ്ങളും ഒക്കെ വരുന്നത് എപ്പോഴും നല്ലതാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഹല്ലേലൂയ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കർത്താവേ, നീ എന്നിൽ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ നീ എന്നോട് കൂടി ഇരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ ഒരു ഡയറിയുടെ അല്ലെങ്കിൽ അതിന്റെ പേജ് തുറന്നു നോക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ ദിവസത്തിൽ എന്ത് അനുഭവമാണ് നമുക്കുള്ളത്? ഒരു പർട്ടിക്കുലർ ഡേയിലെ അനുഭവം ഉണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് സന്ദർശിച്ചു എന്ന് പറയാൻ തക്കവണ്ണം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സാക്ഷ്യം. കഴിഞ്ഞ ആഴ്ചക്കാർ ദൈവം എന്നോട് കൂടെ ഞാൻ നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു, വാക്കുമാറാത്തവനായിരുന്നു. അതൊരു തിയറിയാണ് പ്രിയരെ. ഒരു കാര്യം, ഒരു ഇൻസിഡന്റ് എടുത്തു പറയാനുണ്ടെങ്കിൽ അതാണ് വലിയ സാക്ഷ്യം. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഒരു വ്യക്തിയെയാണ് ദൈവം നോക്കുന്നത്. മുഴുവനായ ഒരു കുടുംബം ദൈവസ്ഥാനിൽ ചേർക്കപ്പെടുന്നല്ല ദൈവം പറഞ്ഞത്. നീയും നിന്റെ ഭവനവും ആദ്യമാണ് നീ രക്ഷിക്കപ്പെടുക. ആദ്യമായി നീ തന്നെ നിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക. ആദ്യമായി നീ തന്നെ ഒരു എക്സാമ്പിളായി മാറുക. ആദ്യം തന്നെ നീ തന്നെ നിന്നിലുള്ള ആ ജീവന്റെ വൃക്ഷത്തിന്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ പ്രാപിക്കാൻ വേണ്ടി നീ അതിനുവേണ്ടി മുതിരുക. ഒരു ഇൻഡിവിജ്വൽ ആണത് പ്രിയരെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ വേറൊരുത്തിന് തലയിൽ അല്ലെങ്കിൽ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ പാസ്റ്ററിന്റെ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ സഹോദരൻ അങ്ങനെ പറഞ്ഞു. നമ്മൾ പലരെ മറ്റുള്ളൊരാളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ഫെയിലിയറിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അതിൽ നമ്മുടെ അവസാനം നമ്മൾ രക്ഷപ്പെടും. എന്റെ കുറ്റമല്ല ഇങ്ങനെ സംഭവിച്ചത്, someone is there, someone was there എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രിയരെ, ദൈവം എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നീ എന്നുള്ള വാക്കാണ്. ഹല്ലേലൂയ. ഹന്ന എന്നുള്ള വ്യക്തിയാണ്, ശിമോൻ എന്നുള്ള വ്യക്തിയാണ്. ആ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ല, ഒരു വ്യക്തിയാണ്. പ്രിയരെ, ദൈവത്തോട് വിട്ടുപിരിയാത്തവളായി, ഉപവസിക്കുന്നവളായി, പ്രാർത്ഥിക്കുന്നവളായി, ആരാധിക്കുന്നവളായി അവൾ ജീവിച്ചപ്പോൾ യേശുവിനെ മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ യേശുവിനെ കരങ്ങൾ കൊണ്ടെടുക്കുവാൻ അവർക്ക് സാധിച്ചു. ഞാനിവിടെ പറയുന്നത്, യേശു എന്ന് പറയുന്ന വ്യക്തി വലിയൊരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ തന്നെയാണ്. ജോസഫസ് അതിനെക്കുറിച്ച് സമകാലനായ ജോസഫസ് പറയുന്നുണ്ട്. അത് യേശു എന്ന് പറയുന്ന ആ വ്യക്തിയല്ല ഞാനിപ്പോ പറയുന്നതായ വിഷയങ്ങളിലെ
ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവായ ഒരു ഇൻസിഡന്റ് ആണ്. യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് ശിമോൻ എന്ന് പറയുന്ന വ്യക്തി സപ്പോർട്ടീവായിട്ട് യേശുവിനെ കയ്യിലെടുത്തു. അതുപോലെ ഹന്ന യേശുവിനെ സ്പർശിച്ചു. പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോമിസ് ആണ് നമ്മളെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞ പ്രോമിസുകളെ നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ഹല്ലേലൂയ. അത് നമ്മളോട് പറഞ്ഞവരെ അത് നമ്മൾ മറന്നുപോയാലും ആ പ്രോമിസിൽ ഒരിക്കലും മറക്കാതെ ഇൻഡിവിജ്വലായി എന്നോട് പറഞ്ഞ പ്രോമിസ് അല്ല പ്രിയരെ നിങ്ങളോട് ദൈവം സംസാരിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിനെ കാര്യങ്ങൾ കൊണ്ടെടുക്കാതെ ശിമോനെ നീ മരിക്കയില്ല, അതാണ് ശിമോനോട് പറഞ്ഞ പ്രോമിസ്. ഹന്ന 84 വർഷം അവിടെ ആയിരുന്നിട്ട് തന്റെ കാര്യങ്ങൾ കൊണ്ട് ലോകരക്ഷിതാവ് എടുക്കുന്നതിനുപരിയായി വലിയൊരു ബ്ലെസ്സിംഗ് ഇല്ല പ്രിയരെ. നമ്മുടെ ആ പ്രോമിസസ് ഫുൾഫിൽമെന്റ് ആകുവാൻ 4 കാര്യങ്ങൾ ഹന്ന നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നു. 1, ദൈവത്തെ വിട്ടുപിരിയാത്തവളായി. 2, ഫാസ്റ്റിംഗ് ചെയ്യുന്നവളായി. 3, പ്രാർത്ഥിക്കുന്നവളായി. 4, ഹല്ലേലൂയ, ആരാധിക്കുന്നവളായി തീർന്നു. അതുകൊണ്ട് പ്രോമിസ് ഫുൾഫിൽമെന്റ് ആയി. ശിമോനോട് ചോദിക്കുക, ശിമോൻ പറയും, ഞാൻ ആഗ്രഹിച്ച എന്റെ പ്രോമിസ് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഹല്ലേലൂയ, ലോകത്തിന് വേണ്ടി ഇസ്രായേലിന്റെ ആശ്വാസത്തിനായിട്ടുള്ള ആ ഒരു പ്രോമിസ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മളോട് ദൈവം തന്നിരിക്കുന്ന പ്രോമിസസ്, ഇൻഡിവിജ്വലായി തന്നിരിക്കുന്ന പ്രോമിസസ്, എനിക്കറിയില്ല ഹല്ലേലൂയ അതെ നമ്മളിൽ ഓരോരുത്തരും ലഭിച്ചിരിക്കുന്ന പ്രോമിസസ് ഏതാണെന്ന്. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുവാൻ ഹല്ലേലൂയ ഈ ശിമോനെ പോലെ ഈ ഹന്നയെ പോലെ ഒരിക്കലും സാക്ഷ്യം പറയുന്നവരായി നമ്മൾ 2-3 തലമുറ കഴിഞ്ഞാലും നമ്മളെ കുറിച്ച് ആ ജനം സംസാരിക്കുന്നവരായി തീരുവണ്ടക്കവണ്ണം നമ്മുടെ ഈ പ്രോമിസസ് ലഭിച്ചിരിക്കുന്ന പ്രോമിസസ് ഫുൾഫിൽമെന്റ് ആകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സമയം അനുവദിച്ച ദേവദാസനോട് നന്ദി വന്ദനമായി അറിയിക്കുന്നു. അതുപോലെ ഈ വചനം കേട്ടവർ ഹല്ലേലൂയ അതെ ഞാൻ പറഞ്ഞ എന്നെയും ഞാൻ പറഞ്ഞ പ്രസംഗത്തെയും മറന്നുപോയാലും ഒരിക്കലും മറക്കാത്തതായിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രോമിസസ് അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ശിമോനോട് പറഞ്ഞതുപോലെ നിന്റെ കണ്ണടയ്ക്കുന്നതിന് മുന്നമേ നീ അത് കാണും നിശ്ചയം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാണ്. ആമേൻ.